എല്ലാവർക്കും നമസ്കാരം. കൺസൾട്ടേഷനിലായിരുന്നു. അപ്പോൾ എല്ലാ തവണയും എല്ലാവരെയും കാണാൻ പറ്റാത്തത് കൊണ്ടാണ് ഇടയ്ക്ക് ഇങ്ങനെ വരുന്നത്. പിന്നെ പലപ്പോഴും പറയാറുണ്ട് ഡോക്ടറെ കാണാൻ പറ്റുന്നില്ല അങ്ങനെയെന്ന് പറഞ്ഞതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ നമ്മൾ ആഴ്ചയിൽ 1-2 ദിവസം ഇങ്ങനെ വന്ന് സംസാരിക്കാം. എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ബാക്കി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അകത്ത് ഡോക്ടേഴ്സ് എന്നെക്കാളും നന്നായിട്ട് പറഞ്ഞു തരുന്നതാണ്. പിന്നെ നമ്മുടെ ഒരു മനസ്സമാധാനമാണല്ലോ. ചിലർ ആദ്യമായിട്ട് വരുന്നവരായിരിക്കാം, ചിലർ പലതവണ വന്നിട്ടുള്ളവരായിരിക്കാം. അപ്പം അങ്ങനെയുള്ളപ്പം എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ചോദിക്കാം. കാരണം നമ്മളിവിടെ സാധാരണ ആശുപത്രികളിൽ ചെയ്യുന്ന പോലെ നമ്മളുടെ ഒരു പ്രശ്നം പറഞ്ഞാൽ ആ പ്രശ്നം മാത്രം ചികിത്സിച്ചുകൊണ്ട് പോകുക എന്നുള്ളൊരു മെത്തഡല്ല. അതായത് ഇപ്പം ആരെങ്കിലും വന്ന് പറയുകയാണ് എനിക്ക് മുടി കൊഴിച്ചില്ല എന്ന് പറഞ്ഞാൽ മുടി കൊഴിച്ചിലിന് ഇന്ന മരുന്ന് എടുത്തോ എന്ന രീതിയിൽ പോകുന്ന രീതികളല്ല. അപ്പോൾ പറയുന്ന പ്രശ്നങ്ങളുമായിട്ട് ചിലപ്പോൾ ഡയറക്റ്റായിട്ട് ചികിത്സയിൽ ബന്ധം കാണത്തില്ല. കാരണം ചിലപ്പോൾ വന്നേച്ച് സംശയം തോന്നാം. കാരണം ഞാനിവിടെ വന്നത് സ്കിന്നിൻ്റെ ചൊറിച്ചിലാണ്, പക്ഷെ എന്നെ കൊണ്ട് തൈറോയിഡിൻ്റെയാണ് സ്കാൻ ചെയ്യിപ്പിച്ച് എന്നുള്ളൊരു സംശയം തോന്നുന്നു. അല്ലെങ്കിൽ എന്നെ കൊണ്ട് തൈറോയിഡിന് ടെസ്റ്റ് ചെയ്യിപ്പിച്ചു. ഞാൻ ശരിക്കും വന്നത് എന്തുവാ, എൻ്റെ സ്കിന്നിന് ആകെ പ്രശ്നമാണ്, മുഖം ആകെ ഇരുണ്ട് വരികയാണ്, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചൊറിച്ചിലുണ്ടാകുകയാണ്, ചിലപ്പോൾ ചൊറിഞ്ഞ് പൊട്ടുകയാണ്, അല്ലെങ്കിൽ പാടുകൾ വരികയാണ്. അപ്പോൾ ഇത് സ്കിന്നിനെ നോക്കുന്നതിന് പകരം എന്തിനാണ് ഈ തൈറോയിഡിൻ്റെ പുറകെ നോക്കുന്നത് നമുക്ക് സാധാരണ ചിലപ്പോൾ ഡൗട്ട് തോന്നിയേക്കാം. പക്ഷെ ഞാൻ എൻ്റെ പല വീഡിയോകളിലും പറഞ്ഞ പോലെ സ്കിൻ എന്ന് പറയുന്നത് ഒരിക്കലും സ്കിന്നിൻ്റെ പ്രശ്നമല്ല. പൊതുവേ നമ്മുടെ ഒരു ധാരണയാണ് സ്കിന്നിന് വന്നാൽ പിന്നെ സ്കിന്നിന് ഡോക്ടറെ കണ്ടേക്കാം. എന്നിട്ട് എന്താ ചെയ്യുന്നത്, ഒന്നാ ആൻറ്റിബയോട്ടിക് അല്ലെങ്കിൽ സ്റ്റീറോയിഡ് അല്ലെങ്കിൽ ഓയിൻമെൻറ്റ് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങളായിരിക്കും അതുമായിട്ട് ബന്ധപ്പെട്ട് തരുന്നത്. അപ്പോൾ അത് എടുക്കുമ്പം കുറയും, പിന്നെയും അതുണ്ടാവും. അപ്പോൾ ഇത് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഇപ്പം ഞാൻ തന്നെ ഡയറക്റ്റായിട്ട് ഒരു 3.5-4 ലക്ഷത്തിന് അടുത്ത് കൺസൾട്ടേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പലപ്പോഴും ഈ മെഡിക്കൽ ടെക്സ്റ്റിൽ പറയുന്ന കാര്യങ്ങൾ മാത്രമല്ല നമ്മുടെ എക്സ്പീരിയൻസിൽ വരുന്നത്. പല ആൾക്കാരുടെയും കണ്ടീഷൻ ക്ലിയർ ആകുന്നത്, സ്കിൻ കണ്ടീഷൻ ക്ലിയർ ആകുന്നത് അവരുടെ തൈറോയ്ഡ് കണ്ടീഷനിൽ ചേഞ്ചസ് വരുമ്പോഴും അവരുടെ വയറിൻ്റെ കണ്ടീഷനിൽ മാറ്റം വരുമ്പോഴുമാണ്, അല്ലാതെ സ്കിന്നിന് ട്രീറ്റ് ചെയ്യുമ്പോഴല്ല. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. പിന്നെ ആർക്കെങ്കിലും ഇപ്പം പറയണം ഒരൊറ്റ ട്രാക്കിൽ വരുന്ന പ്രശ്നങ്ങൾ ഞാൻ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. വെയിറ്റ് കൂടുക, തൈറോയിഡിൻ്റെ വേരിയേഷൻ വരിക, വെരിക്കോസ് ഉണ്ടാകുക, ഫാറ്റ് ലിവർ ഉണ്ടാകുക, അപ്പം അതേപോലെ തന്നെ പ്രമേഹം ഉണ്ടാകുക, രക്തക്കുഴൽ ബ്ലോക്കുകൾ ഉണ്ടാകുക, ഈ പറയുന്ന എല്ലാ കാര്യവും ഒരൊറ്റ ട്രാക്കിൽ കിടക്കുന്നതാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പം ഇവിടെ ലോകത്തുള്ള എല്ലാ രോഗത്തിനും ചികിത്സ ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ചികിത്സയൊന്നും ഇല്ല. അപ്പം നമ്മൾ ഏത് കാറ്റഗറിയിലേക്കാണ് ഈ ശരീരപ്രകൃതം ഏത് കാറ്റഗറിയിലുള്ളതാണെന്ന് മനസ്സിലാക്കുന്നത് മാത്രമേ ഉള്ളൂ ആദ്യത്തെ പണി. പിന്നത്തെ പണി ഭയങ്കര എളുപ്പമാണ്. പിന്നത്തെ പണി എന്ന് പറയുന്നത് നമുക്ക് ഈ ജ്യോതിഷികൾ പറയില്ലേ, ഇങ്ങനെ പറയാം, നിങ്ങൾക്ക് ഇതില്ലേ ഈ പ്രശ്നമില്ലേ ഇതില്ലേ എല്ലാം ചോദിക്കാം. അപ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ ശരിയാണല്ലോ, എൻ്റെ പ്രശ്നം മൊത്തം ഇവിടെ ഉണ്ടല്ലോ എന്ന് തോന്നും. ഇനി ഏതൊക്കെ പ്രശ്നം വരുന്നു എന്നുള്ളത് വരെ ഈസിയായിട്ട് നമുക്ക് പറയാൻ പറ്റും. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് അത് ഒരേ ട്രാക്കിൽ പോകുന്ന രീതികളാണ്. ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ, അവർക്ക് ഫുഡ് കഴിച്ച ഉടനെ ടോയ്ലറ്റിൽ പോകണം, ചിലപ്പോൾ നെഞ്ചിടിപ്പുണ്ടാകാം, ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കണം എന്നുള്ള ടെൻഡൻസി, അതായത് മൂത്രം പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല. മൂത്രം ഒഴിക്കണം തോന്നിയാൽ മൂത്രം ഒഴിച്ചേ പറ്റൂ എന്നുള്ള രീതികൾ. അതേപോലെ തന്നെ രാത്രി ഉറക്കം ക്ലിയർ ആകത്തില്ല. നന്നായിട്ട് നമുക്ക് പകലൊക്കെ നമുക്ക് ഉറക്കണം എന്നൊരു തോന്നലായിരിക്കും, പക്ഷെ രാത്രി കിടന്നാൽ ഒരു ഉറക്കം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉറക്കത്തിൻ്റെ കാര്യം തീരുമാനം. അപ്പം ഇങ്ങനെ പല ടൈപ്പ് കാര്യങ്ങൾ വന്നാൽ ഇതൊക്കെ സ്ട്രെസ് ഹോർമോണുമായിട്ട് കണക്റ്റഡാണ്. നോക്കുമ്പോൾ എന്തൊക്കെയാണ് കിടക്കുന്നത്, അൾസർ, വയറിൻ്റെ പ്രശ്നമില്ലേ, ഈ നെഞ്ചരിച്ചിൽ പുളിച്ച് കെട്ടല് പ്രശ്നങ്ങളൊക്കെ ഇല്ലേ. അവരുടെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് എല്ലാവരും പറയുന്നത് ഈ എരിവ് കഴിക്കുന്നത് കൊണ്ട് പുളി കഴിക്കുന്നത് കൊണ്ടാണ് വയറ്റിലെ പ്രശ്നം. അതൊന്നും അല്ല. എരിവും പുളിയും ഒന്നുമല്ല വയറ്റിലെ പ്രശ്നം ഉണ്ടാക്കുന്നത്. വയറ്റിലെ പ്രശ്നം ഉണ്ടാക്കുന്നത് എച്ച് പൈലോറി എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയാണ്. ഈ ബാക്ടീരിയയ്ക്ക് അവിടെ ഗ്രോത്ത് കൂടാനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നതിനകത്ത് ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത് സ്ട്രെസ്സാണ്. സ്ട്രെസ് കൂടുന്നതനുസരിച്ച് ഇവിടെ തുടങ്ങും, പ്രശ്നങ്ങൾ തുടങ്ങും.
അങ്ങനെയുള്ള ആൾക്കാരെ നമ്മളൊരു പരിധി കൂടുതൽ ചികിത്സിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് മരുന്നെടുക്കുമ്പോൾ കുറവ്, കുറച്ച് കഴിയുമ്പോൾ പിന്നെ ഒരു കുഴപ്പമില്ലായിരുന്നു, ഒരു പനി വന്നു, എല്ലാം കൂടെ പോയി, വീണ്ടും ആദ്യം തൊട്ടേ തുടങ്ങും. ഇതെല്ലാം വരുന്നതെന്ന് പറയുന്നത് ഇതൊക്കെ കണക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. മരുന്നുകൾ എടുക്കുന്നതെന്ന് പറയുന്നത് അസിഡിക് ആയിട്ടുള്ള ബോഡിയെ നമ്മൾ ആൽക്കലൈനായിട്ട് മാറ്റുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. നോർമലി അസിഡിക് ആയിട്ട് മാറുന്ന ഭക്ഷണ രീതിയിൽ വരുന്നതാണ് ഈ നോൺ വെജ് ഐറ്റംസ്, പൾസസ്, നട്ട്സ്, പ്രോട്ടീനൊക്കെ കൂടുതൽ എടുക്കുന്ന ഇതിൽ മധുര സാധനങ്ങൾ, ഇതെല്ലാം അസിഡിക് പി എച്ചിനെ കൂട്ടുന്നതാണ്. അപ്പം ചില കണ്ടീഷനിൽ നമ്മൾ എന്താ ചെയ്യുക, അതുകൊണ്ടാണ് ഈ ശരീരവേദന നീർക്കെട്ടുള്ള ആളുകളോട് നമ്മൾ ഈ ഗ്ലൂക്കോസ് ആണ് കുറയ്ക്കാൻ പറയുന്നത്. എന്നുവെച്ചാൽ ഒരു ഭക്ഷണക്രമവും ഇല്ല, ഈ പി എച്ച് കുറയ്ക്കാനോ കൂട്ടാനെന്ന് പറയുന്ന ഒരു ഭക്ഷണക്രമമൊന്നുമില്ല. ഒരു ശരീരത്തിന് ഏത് പറ്റും എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, വെയിറ്റ് നന്നായിട്ട് കൂടുന്നു, ശരീരത്തിൽ എവിടെ പിടിച്ചാലും വേദന ഉണ്ടാകുന്നു, മുടി കൊഴിയുന്നു, ജോയിൻസിനൊക്കെ തേയ്മാനങ്ങളും വേദനകളും, ഈ പറയുന്ന പ്രമേഹം, തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ, ഈ പറയുന്നതെല്ലാം ഒറ്റ കാറ്റഗറിയാണ്. അങ്ങനെയുള്ളവരുടെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ഗ്ലൂക്കോസാണ്. എന്ന് വെച്ചാൽ പൊതുവെ ഒരു ഭക്ഷണവും മോശവും നല്ലതും അങ്ങനെയൊന്നുമില്ല, നമ്മുടെ ശരീരത്തിന് പറ്റുമോ ഇല്ലോ. ചിലർ പറയാറില്ലേ, മദ്യം ചെറിയ അളവിൽ കഴിച്ചാൽ വലിയ കുഴപ്പമില്ല, ഇത് കൂടുതൽ എടുക്കുമ്പോഴേ കുഴപ്പമുള്ളൂ. ഇത് ഈ ചെറിയ അളവിൽ കഴിച്ചാൽ കുഴപ്പമില്ലെന്ന് ആരാ പറഞ്ഞ്? വലിയ അളവിൽ കഴിച്ചാൽ കുഴപ്പമെന്നുള്ളതും ഇതില്ല. കാരണം എന്നറിയോ, ചില ആൾക്കാർ കുപ്പിക്കണക്കിന് മദ്യം കുടിക്കുന്നവരുണ്ട്, അവർക്ക് ഒരു കുഴപ്പമില്ല, അവർ പയർ പോലെ കൂടി നടക്കും. ചില ആൾക്കാർ 2 പെഗ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പ്രശ്നങ്ങളായിരിക്കും പിന്നെയുള്ള ദിവസങ്ങളിൽ. അപ്പം അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ആ ശരീരപ്രകൃതത്തിന് ഒരു 30 ml പോലും കഴിക്കാൻ പറ്റത്തില്ല. അപ്പം ആ ശരീരപ്രകൃതം നോക്കിയിട്ട് നമ്മൾ പി എച്ച് പറയുക എന്നുള്ളതല്ലാതെ പൊതുവേ ഒരു ഭക്ഷണം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. നമ്മളോട് ഇവിടെ പലപ്പോഴും പറയുന്നതെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ച് പ്രശ്നമില്ലേ, വെയിറ്റ് കൂടുക, തൈറോയിഡ്, പ്രമേഹം, വേദനകൾ, നീർക്കെട്ട്, ഇതിന് ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസ് മാറ്റി വെക്കുക. ആഴ്ചക്കാലം മുഴുവനല്ല, കുറച്ച് നാളത്തേക്ക്. അപ്പം നമ്മൾ എക്സ്പെരിമെൻ്റ് ആയിട്ട് പറയും, നിങ്ങൾ 2 ആഴ്ച നിങ്ങളെ അരിപ്പരിപാടി ഒന്ന് മാറ്റി. അത് ചോദിക്കും, പിന്നെ എന്ത് കഴിക്കും? പൊതുവെ ഇപ്പം ഞാൻ രാവിലെ കഴിക്കുന്നത് 2 മുട്ട, കുറച്ച് നട്ട്സ്, കട്ടൻ ചായ, ഇതാണ് എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. പക്ഷെ ഞാനൊരു 2 ദോശ, ചമ്മന്തിയും അങ്ങനെ എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ 11 മണിയാകുമ്പോൾ എനിക്ക് വിശക്കും. ഇപ്പോൾ എത്ര മണി? 11:45. എനിക്കിപ്പോൾ 1:30 ആയാലും വിശപ്പ് കാണത്തില്ല. പക്ഷെ ഞാൻ മുട്ട ചിലപ്പോൾ ഓംലെറ്റ് ആയിട്ടോ പുഴുങ്ങിയോ കഴിക്കുന്നത്. പക്ഷെ ഓംലെറ്റ് ആയിട്ട് കഴിക്കുവാണെങ്കിൽ ഞാൻ ബട്ടറിലിട്ടിട്ടാണ് കഴിക്കുന്നത്. ഫാറ്റ് സപ്ലൈ ആയ വിശക്കത്തില്ല. നമ്മുടെ തെറ്റിദ്ധാരണയാണ് വയറിന് മൊത്തം കഴിച്ച് വയറ് നിറഞ്ഞെങ്കിലേ നമുക്ക് വിശക്കത്തില്ല എന്നുള്ളത്. അത് വെറുതെയാണ്. ഫാറ്റ്, പ്രോട്ടീൻ ബോഡിയിലേക്ക് സപ്ലൈ ആയോ വിശക്കാനേ പോകുന്നില്ല. നമുക്ക് ഹെവി സാധനം, ഒരു ബട്ടർ കോഫി കുടിച്ച് നോക്കിക്കേ, വിശക്കത്തില്ല. അപ്പം അതുകൊണ്ട് ഈ കാഴ്ചപ്പാട് മാറ്റാതെ ഈ കാര്യം നടക്കത്തില്ല. അയ്യോ ബട്ടർ, അയ്യോ നെയ്യ്, അയ്യോ മുട്ടയുടെ മഞ്ഞ, ഇതൊക്കെ അയ്യോ പറഞ്ഞിരിക്കുമ്പോഴാണ് ഈ പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ട് ഇതൊക്കെ മാറ്റി വെക്കും. ഈ മാറ്റി വെച്ചിട്ട് ഈ ആൾക്കാർക്കാണ് ഹാർട്ടിലെ ബ്ലോക്കും, പ്രമേഹവും, വെയിറ്റ് കൂടുന്നതും, ഫാറ്റ് ലിവറും, കൊളസ്ട്രോളും എല്ലാം ആർക്കാന്ന് പറഞ്ഞാൽ ഇതൊക്കെ മാറ്റി വെച്ച് ഇരിക്കുന്ന ആൾക്കാർക്കാണ് ഭൂരിഭാഗവും. മുട്ട കഴിക്കാതെ കൊല്ലങ്ങളായിട്ട് ഉള്ള ആൾക്കാരുണ്ട്, കൊല്ലങ്ങളായിട്ട്. അപ്പോൾ അവരോട് ചോദിച്ചാൽ അവർ കൊളസ്ട്രോൾ മരുന്നെടുക്കുന്നവരാ. അവർ പേടി എന്താണെന്ന് വെച്ചാൽ കൊളസ്ട്രോൾ എന്തായാലും മരുന്നെടുക്കുന്നുണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, ഇനി മുട്ടയും കൂടെ എടുത്തു കഴിഞ്ഞാൽ കൊളസ്ട്രോൾ കൂടുമല്ലോ എന്നുള്ള രീതിയാണ്. നിങ്ങൾക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ 2 ആഴ്ച ഡെയിലി ഓരോ മുട്ട കഴിച്ച് ഒന്ന് ചെക്ക് ചെയ്ത പോലെ. ആരോ എവിടെയോ പറഞ്ഞിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, പി എച്ച് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ ബാലൻസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ശരീരപ്രകൃതത്തിന് പി എച്ച് ലെവൽ വേരിയേഷൻ ഉണ്ടാക്കുന്നത് ഏത് ടൈപ്പിലെ ഭക്ഷണക്രമമാണ് എന്ന് അറിഞ്ഞിട്ട് വേണം പറയാനായിട്ട്. അതുകൊണ്ട് ചില കണ്ടീഷൻ, ഈ ചൊറിഞ്ഞ് പൊട്ടി ഒലിച്ച് കിടക്കുന്നവരില്ലേ, അവർക്ക് പ്രോട്ടീൻ എടുത്താൽ പി എച്ച് ലെവൽ കൂടും എന്ന് പറഞ്ഞാൽ അസിഡിക് ആവും, കൂടുമല്ല അസിഡിക് ആവും. അത് കൂടിക്കഴിഞ്ഞാൽ എന്താ പറഞ്ഞാൽ വീണ്ടും പൊട്ടി ഒലിച്ചുകൊണ്ടിരിക്കും. ശരീരം മൊത്തം ഈ വ്രണമായി വരുന്ന ആൾക്കാരല്ലേ, വെരിക്കോസ് അൾസർ എന്ന് പറയില്ലേ, വെരിക്കോസ് വെയിൻ അല്ല, കാല് കറുത്ത് കഴിഞ്ഞ് നീര് വെച്ച് ചൊറിഞ്ഞ് പിന്നെ പൊട്ടുന്ന ഒരവസ്ഥയുണ്ട്. കറുത്ത് വരിക, ചൊറിയുക, പൊട്ടുക എന്ന് പറഞ്ഞാൽ അവരുടെ പി എച്ച് ലെവലിനകത്ത് അസിഡിക് ആയി വരികയാണ്. അത് എപ്പോഴാണ് അസിഡിക് ആകുന്നതെന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ സപ്ലൈ ചെയ്യുമ്പോൾ. അതിനകത്ത് ഏറ്റവും ഡേഞ്ചറസ് സാധനമാണ് പാല്. ഇതൊന്നും മെഡിക്കൽ ടെക്സ്റ്റിൽ ഇല്ല കേട്ടോ. ഇപ്പം ഞങ്ങൾ ഈ സ്ഥിരം വെരിക്കോസ് കാലിൻ്റെ പ്രശ്നം തന്നെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും
ആ കറക്റ്റായിട്ട് കരിഞ്ഞ് വരും. ഒരു ദിവസം പോയിട്ട് ഒരു ഗ്ലാസ് ചായ കുടിക്കും, പിറ്റേ ദിവസം വീണ്ടും പൊട്ടി ഒലിച്ചുടങ്ങി വരും. എന്നുവെച്ചാൽ കറക്റ്റ് ട്രാക്കിലെല്ലാം പോകുന്നുണ്ട്. മരുന്ന് പോകുന്നുണ്ട്, ചികിത്സ പോകുന്നുണ്ട്, അതേപോലെ തന്നെ ഭക്ഷണക്രമവും പോകുന്നുണ്ട്, എല്ലാം കറക്റ്റായിട്ട് പോകുന്നുണ്ട്. പക്ഷെ ഒരു ദിവസം ഇങ്ങനെ പൊട്ടി ഒലിക്കും. അപ്പം നമ്മളിങ്ങനെ ചോദിച്ച് ഈ ലക്ഷക്കണക്കിന് ആൾക്കാരോട് ചോദിച്ചാൽ മനസ്സിലായ കാര്യം പച്ചക്കറികളിലും ഉണ്ട്. ഈ വെണ്ടയ്ക്ക കഴിച്ചിട്ട് പൊട്ടി ഒലിക്കുന്ന ആൾക്കാരുണ്ട്, വഴുതനങ്ങ കഴിച്ച് പൊട്ടി ഒലിക്കുന്നവരുണ്ട്, ഉരുളക്കിഴങ്ങ് കഴിച്ചിട്ടുണ്ട്, തക്കാളി കഴിച്ചിട്ടുണ്ട്. ഈ 4 പച്ചക്കറി ഞാൻ കണ്ടിട്ടുള്ളൂ, ഇതുവരെ കേട്ടിട്ടുള്ളൂ. അല്ലാതെ പച്ചക്കറി ഭയങ്കര സംഭവമൊന്നും പറയാനില്ല. ഈ പ്രശ്നം ഇത്രയും പ്രശ്നമുള്ള ആൾക്കാരിൽ ഈ സാധനം മതി. ഒരു ചെറിയ പീസ് വെണ്ടയ്ക്ക എടുത്ത് കഴിച്ചാലും പ്രശ്നമാണ്. അതുകൊണ്ട് നമ്മൾ ആദ്യമേ പറയും ഇതൊന്നും ട്രൈ ചെയ്യേണ്ടത്, മാറ്റിക്കളാൻ പറയും. പക്ഷേ എൻ്റെ എക്സ്പീരിയൻസ് മനസ്സിലായത് 90% ആൾക്കാരിൽ പാലാണ്. ഒരു കവള് പാലെടുത്താൽ സ്കിന്നിന്റെ കാര്യത്തിൽ തീരുമാനമാണ്. പാലൊഴിച്ച് എന്ത് സാധനം? പാലെന്ന് പറയുന്നത് പാലിന്റെ ഫോമിൽ ശരീരത്തിൽ കയറുന്നു എന്നുള്ളതാണ്. പാലിന്റെ കണ്ടന്റുള്ള എന്തും. അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു കവള് ചായ കുടിച്ചാൽ ഈ ചൊറിഞ്ഞ് പൊട്ടുന്ന ആൾക്കാർക്ക് കൂടും. മുട്ടയും പാലും ഏറ്റവും നല്ല സാധനമാണ്. എത്ര നാളത്തേക്കാണ് ഈ ശരീരം പിടിച്ചിരിക്കുന്നത് എന്നുള്ളത് നോക്കണം. നിങ്ങൾ 25 വയസ്സ് വരെ ഇറച്ചി, മീൻ, മുട്ട എല്ലാം കഴിക്കുന്ന ഒരാളായിരിക്കും. പക്ഷേ ഒരു 30 ആകുമ്പോഴത്തേന് യൂറിക് ആസിഡ് അങ്ങ് കൂടും. അപ്പം നമ്മളോട് പറയും അതെ ബീഫ് കഴിക്കരുത്, മീൻ കഴിക്കരുത്, പയറുപരിപ്പ് കഴിക്കരുത്. അപ്പം നിങ്ങൾ ചോദിച്ച സെയിം ചോദ്യം, എടാ ഞാൻ ജനിച്ച സമയം തൊട്ട് തന്നെ ഇത് തന്നെയല്ലേ കഴിക്കുന്നത്, ഈ 30ാമത്തെ വയസ്സിൽ ഇത് കഴിച്ചത് കൊണ്ട് യൂറിക് ആസിഡ് കൂടുമെന്ന് പറയുന്നതിന് എന്ത് മീനിങ്ങാണ് ഉള്ളത്? അതല്ല, ഇത്രയും കാലം കൊണ്ട് നമ്മൾ കഴിച്ചിട്ട് ഫാറ്റ് ലിവർ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ടാവും. ഈ ഫാറ്റ് ലിവർ കാരണം ലിവറിന്റെ പ്രശ്നവും കിഡ്നിയുടെ പ്രശ്നവും ഒക്കെ വരുമ്പോൾ ഈ യൂറിക് ആസിഡിനെ പുറത്തേക്ക് കളയാനുള്ള ശേഷി ശരീരത്തിന് നഷ്ടപ്പെടും. പക്ഷെ എപ്പോഴാണ് യൂറിക് ആസിഡ് കൂടുന്നത്? ഇറച്ചി കഴിക്കുമ്പോൾ. അപ്പൊ നമ്മളോട് എളുപ്പപ്പണി എന്താ പറയുന്നത്? ഫാറ്റ് ലിവർ ശരിയാക്കാനല്ല പറയുന്നത്, ഇറച്ചി മാറ്റി വെക്കാനാണ് പറയുന്നത്. ഇതേപോലെയാണ് നിങ്ങൾ പാല് കഴിക്കുമ്പോൾ പാല് ഒരു കുഴപ്പമില്ലാത്ത സാധനമാണ്. പക്ഷെ ശരീരത്തിന് പ്രവർത്തനശേഷി നഷ്ടപ്പെട്ട് വരുമ്പോൾ പിന്നെ ഒരു തുള്ളി എടുത്താലും പ്രശ്നമാണ്. അന്നേരം മാറ്റി വെക്കാൻ പറയുമ്പോൾ നമുക്ക് ഇത്രയും കാലം നമ്മൾ കഴിച്ചതാണ്, അന്നൊന്നും കുഴപ്പമില്ലായിരുന്നു. പണ്ടത്തെ ഇത് കാര്യം പറയും, ചിലർ പറയാറില്ലേ, പണ്ടൊക്കെ കള്ള് കുടിക്കുമായിരുന്നു, കപ്പ കഴിക്കുമായിരുന്നു, ചോറ് കഴിക്കുമായിരുന്നു, ഇതൊക്കെ വയറ് നിറയെ കഴിച്ചുകൊണ്ടിരുന്നതാണ്, അന്ന് ആർക്കും ഒരു കുഴപ്പമില്ല, ഇപ്പം മാത്രം എന്താ കുഴപ്പമെന്നുള്ള ചോദ്യങ്ങൾ എന്നോട് പലതവണ ചോദിക്കാറുണ്ട്. അപ്പം സെയിം കാര്യമാണ്. ഇന്നത്തെ പോലത്തെ സ്ട്രെസ് ലെവൽ അന്നില്ല. അന്ന് റബ്ബർ വെട്ടുക, കപ്പക്കുടം വെട്ടുക, കിളയ്ക്കുക, തെങ്ങിന് തടവെടുക്കുക, ഇങ്ങനത്തെ കുറേ അധ്വാന പണികളുണ്ട്. വിറക് കീറുക, എല്ലാ പണികളും ചെയ്തുകൊണ്ടാണ് ഇത് കഴിച്ചുകൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ ഈ പണികളൊന്നും ചെയ്യാതെ പഴയത് തന്നെ കഴിച്ചുകൊണ്ടിരുന്ന അത് പണി കിട്ടും. ഇന്ന് കുനിഞ്ഞൊരു കരിയില പോലും പെറുക്കാതെ നമ്മൾ പണ്ട് ഭയങ്കര സംഭവം എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? ഒരു കാര്യമില്ല. അതുകൊണ്ട് ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഏത് പറ്റുമെന്ന് നോക്കിയാൽ മതി. പണ്ടത്തെ നോക്കിയിട്ട് ഒരു കാര്യമില്ല. പണ്ടത്തെ ശരീരമല്ല ഇപ്പോൾ. പണ്ട് ഒരു 10 മീറ്റർ ഓടാൻ പറ്റുമായിരുന്നു, ഇപ്പം 2 സ്റ്റെപ്പ് വെക്കുമ്പോൾ കിതയ്ക്കാൻ തുടങ്ങും. അപ്പം നമ്മൾ പറയാം പണ്ട് ഭയങ്കര ഓട്ടമായിരുന്നില്ല ഞാൻ, ഇപ്പം എന്താ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം അങ്ങനെയാ, രക്തങ്ങളുള്ളിൽ എല്ലാം കൊഴുപ്പ് നിറഞ്ഞു, എങ്ങനെ ഓടും? ഈ ബി പി ഉള്ള ആൾക്കാരുടെ പ്രശ്നം അത് തന്നെയാണ്. ഭൂരിഭാഗം ആൾക്കാരുടെ ബി പി കുറയുന്ന എപ്പോഴാണെന്ന് അറിയോ? വെയിറ്റ് കുറയപ്പെടുക. അപ്പോൾ ഇവിടെ സൂപ്പർ 3 എന്ന് പറയുന്നുണ്ട് ഒരു ക്യാപ്സ്യൂളാണ്. അതിനകത്ത് omega-3, ലൈക്കോപീൻ, കോക്യൂട്ടൻ എന്നൊക്കെ പറഞ്ഞ പോഷകങ്ങളുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ രക്തക്കുഴലിനുള്ളിലുള്ള കൊഴുപ്പിനെ ക്ലിയർ ആക്കാൻ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്, സർക്കുലേഷൻ ക്ലിയർ ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമ്മൾ വെയിറ്റ് കുറയുമ്പോൾ ശരീരത്തിലെ ഫാറ്റ് കുറയും, ലിവറിനകത്തെ ഫാറ്റ് കുറയും, രക്തക്കുഴലിനുള്ളിലെ ഫാറ്റ് കുറയും. ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്, അതായത് നമ്മളെ ഉപവാസം രക്തക്കുഴലിലെ കൊഴുപ്പ് ക്ലിയർ ആക്കാൻ ഏറ്റവും നല്ല സാധനമാണ്. അപ്പോൾ ഈ വണ്ണം ഉള്ള ആളുകളെക്കാട്ടിലും ഡേഞ്ചറസ് വണ്ണം കുറവുള്ളവരാട്ടോ. ഏതാ? ബ്ലോക്കിന്റെ കാര്യത്തിൽ. ബ്ലോക്ക് ഉണ്ടാക്കുന്നത് വണ്ണം കുറവുള്ളവർക്കാണ്. എന്താ വെച്ചാൽ ഇവർ നന്നായിട്ട് കഴിക്കും, എന്നിട്ട് അവർ പറയും കണ്ടില്ലേ എനിക്ക് വണ്ണമൊന്നുമില്ല, ഞാൻ എന്ത് കഴിച്ചാലും ഓക്കെയാണ്. ഇവർക്കാണ്, സ്ത്രീകളാണ്, ഇവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ മുഴ ഉണ്ടാകുന്നത്. യുട്രസിലെ മുഴ, തൈറോയ്ഡ് മുഴ, ബ്രസ്റ്റിലെ മുഴ, മൊത്തം മുഴകളും തടിപ്പും വരുന്നത് വണ്ണം കുറവുള്ളവർക്ക്. കാരണം എന്നറിയോ? ഇവരുടെ സ്കിന്നിന്റെ താഴെ അധികം അടിഞ്ഞു കൂടുന്നില്ല, കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നില്ല. ഇത് കൊഴുപ്പ് മൊത്തം അടിഞ്ഞു കൂടുന്നത് അവയവങ്ങളില്ല. അപ്പൊ ബ്ലോക്ക് ആർക്കാ കൂടുതൽ വരുന്നതെന്ന് വെച്ചാൽ വണ്ണം കുറവുള്ളവർക്ക്, ഭക്ഷണം കൂടെ ശ്രദ്ധിക്കാതെ പോകുന്നവർക്കാണ് പണി കിട്ടുന്നത്. എന്ന് വെച്ചാൽ എനിക്ക് എത്ര വേണമെങ്കിലും ഐസ്ക്രീം കഴിക്കാം, എത്ര വേണമെങ്കിലും ചോക്ലേറ്റ് കഴിക്കാം, എത്ര വേണമെങ്കിലും ഫ്രൈഡ് ഐറ്റംസ് കഴിക്കാം എന്നൊരു തോന്നലുണ്ടെങ്കിൽ അത് തെറ്റിദ്ധാരണയാണ്. അവർക്കായിരിക്കും ആദ്യം യൂട്രസ് എടുത്ത് കളയേണ്ടത്.
യൂട്രസ് പോയി കഴിഞ്ഞാൽ കുറച്ച് നാൾ കൊണ്ട് തന്നെ പ്രമേഹം തുടങ്ങും. അതായത് എനിക്ക് നേരത്തെ പ്രമേഹം ഇല്ലായിരുന്നല്ലോ, ഇപ്പോൾ ഒരു സുപ്രഭാതം എങ്ങനെ വന്നു പറഞ്ഞാൽ ഒരു സുപ്രഭാതത്തിൽ ഒരു പ്രമേഹം വരത്തില്ല. ഇതിനു മുമ്പ് ഫാറ്റ് ലിവർ തുടങ്ങണം, അത് കഴിഞ്ഞാൽ തൈറോയ്ഡ് തുടങ്ങണം, യൂട്രസിലെ മുഴ തുടങ്ങണം. ഇതെല്ലാം ഓരോന്നോരോന്നോരോ നമ്മൾ പറയുന്നത് തൈറോയ്ഡ് ഉണ്ടോ, തൈറോയ്ഡ് ഒന്നും ഇല്ലെന്നാണ് പറയുന്നത്. ഞാൻ ഈയിടയ്ക്ക് ചെക്ക് ചെയ്ത ഒരു തൈറോയ്ഡും ഇല്ല, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഞാൻ സ്കാൻ ചെയ്തോ തൈറോയിഡിൻ്റെ, അത് ചെയ്തില്ല. തൈറോയ്ഡ് ആൻറ്റിബോഡി ചെക്ക് ചെയ്തോ, അത് ചെയ്തില്ല. പിന്നെ എന്താ നോക്കിയത്? നമ്മുടെ T3 T4 TSH ഇപ്പോഴും ചെയ്യുന്നു. ചേട്ടാ, തൈറോയിഡിൻ്റെ ഹോർമോൺ പ്രശ്നം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടല്ലേ ഇത് നോക്കിയിട്ട് കാര്യം. പക്ഷേ ഈ പറയുന്ന വെയിറ്റ് കൂടുക, മുടി കൊഴിച്ചിലുണ്ടാകുക, സ്കിന്ന് സെൻസിറ്റീവ് ആകുക, അലർജി പ്രശ്നം കൂടുക, ദഹന പ്രശ്നം ഉണ്ടാകുക, നഖത്തിന് ഡാമേജ് വരിക, ജോയിൻറ്റ് പെയിൻസ് വരിക, മസിൽ പെയിൻസ് വരിക, ക്ഷീണം വരിക, ഉറക്കം ഡിസ്റ്റർബ്ഡ് ആകുക, ഇങ്ങനെ ഉണ്ടെങ്കിൽ തൈറോയ്ഡ് ഫങ്ഷനിങ് അല്ല. അപ്പോഴാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തൈറോയിഡിലേക്ക് ഫോക്കസ് ചെയ്യുന്നത്. ഇനി ഞാൻ നോക്കാൻ കാരണം വെച്ചാൽ എൻ്റെ PhD സബ്ജക്റ്റ് അതായത് കൊണ്ട് ഞങ്ങൾ കൂടുതൽ അതിലേക്ക് ഞാൻ കണക്ട് ചെയ്ത് പോവുകയാണ്. എന്നുവെച്ചാൽ വരുന്ന കണ്ടീഷൻ വേറെ കാര്യത്തിന് വരുന്നത് ആൾക്കാർ. ചിലർ വരുന്നതെന്ന് വെച്ചാൽ ബ്ലീഡിങ്, യൂട്രസിലെ ഇത് മുഴ കാരണം പീരിയഡ്സിന് ബ്ലീഡിങ് ആണ്, സിവിയർ ബ്ലീഡിങ് ആണ്. അതിലൊരു സത്യാവസ്ഥ എന്ന് പറയുന്നത് ഭൂരിഭാഗം ആൾക്കാരുടെ തൈറോയ്ഡ് സർജറിക്ക് ശേഷം ബ്ലീഡിങ് സ്റ്റോപ്പ്, കുഴപ്പമില്ല. അതുവരെ അവർക്ക് ബ്ലീഡിങ്ങോ പ്രശ്നങ്ങൾ, ഭയങ്കര പ്രശ്നങ്ങൾ. അന്നാ ഫൈബ്രോയിഡ് മാറിയോ? ഇല്ല. ഒരു കുഴപ്പമോ അവിടെ ഒരു ചേഞ്ചസും യൂട്രസ് ഓവറിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചേഞ്ചസും വന്നിട്ടില്ല. ആകെ വന്നേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ തൈറോയ്ഡ് സർജറി ചെയ്തു. തൈറോയ്ഡ് സർജറി ചെയ്തപ്പോൾ ഇതിൻ്റെ ഈ പറയുന്ന ഇംബാലൻസ് മാറിക്കഴിഞ്ഞപ്പോഴത്തേനും ബ്ലീഡിങ് ഓക്കെ. എത്ര പേരുടെ ബ്ലീഡിങ് എന്ന് പറഞ്ഞാൽ ഹിസ്റ്ററെക്ടമി ചെയ്യുന്ന ആൾക്കാർ എന്നുവെച്ചാൽ യൂട്രസ് എടുക്കുക, കുഴപ്പമില്ല. പക്ഷേ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ചെയ്യുന്നത്, ബ്ലീഡിങ് ആകുന്നതുകൊണ്ട്. പക്ഷെ അതിൻ്റെ റൂട്ട് കോസ് അവിടെയല്ല കിടക്കുന്നത്. അതിൻ്റെ റൂട്ട് കോസ് കിടക്കുന്നത് തൈറോയിഡിലാണ്. എന്ന് വെച്ചാൽ ബ്ലീഡിങ് മാറി എന്നുള്ളതല്ലാതെ വെയിറ്റ് കൂടിക്കൊണ്ടിരിക്കും, മുടി കൊഴിഞ്ഞുകൊണ്ടിരിക്കും, വേദന വന്നുകൊണ്ടിരിക്കും, ടെൻഷൻ കൂടിക്കൊണ്ടിരിക്കും, നീര് നിറയും, ജോയിൻറ്റ് പെയിൻസ് തുടങ്ങും, തേയ്മാനം, എല്ലാ സിംറ്റംസ് അതേപോലെ കിടക്കും. ആകെ ഒരു മെച്ചം കിട്ടും, ബ്ലീഡിങ് പോയി എന്നുള്ളത്. അതുകൊണ്ട് റൂട്ട് കോസ് കിടക്കുന്ന അവിടെ അല്ലാത്ത, അതുകൊണ്ട് നമ്മൾ പറയുന്നത് മെയിനായിട്ട് നോക്കേണ്ട കാര്യങ്ങൾ അതല്ല എന്നുള്ളത്. ഞാൻ ഇവിടെ വരുന്ന ഇതിൽ ആൾക്കാരോട് നമ്മൾ ക്ലിയർ ആയിട്ട് പറയുന്നത്, നിങ്ങൾക്ക് സ്കിന്നിൻ്റെ പ്രശ്നമുണ്ടോ, ആദ്യം ചെയ്യേണ്ടത് നന്നായിട്ടൊന്ന് വയർ ഇളകി പോകാനായിട്ട് മരുന്നെടുക്കുക. എന്നിട്ട് ഫുള്ളായിട്ടൊന്ന് ക്ലിയർ ആയി പോട്ടെ. അത് കഴിഞ്ഞ് ഒരു വിരയുടെ മരുന്നൊക്കെ എടുക്കുക. അത് കഴിഞ്ഞ് ഈ പ്രോബയോട്ടിക്സ് പ്രീബയോട്ടിക്സ് ഒക്കെ ഇട്ടിട്ട് ഈ ഉണങ്ങിയ നിലമൊക്കെ നമ്മൾ കിളച്ച് എന്താ പറയുക, വെള്ളം ഒഴിച്ച് വളവിട്ട് എല്ലാം ഓക്കെ ആയിട്ട് ഒരു ചെടി നടുമ്പോഴല്ലേ അതിൻ്റെ ഇതുള്ളൂ. അങ്ങനെ ഓക്കെ ആക്കി എടുക്കാനുള്ള കാര്യം ആദ്യം ചെയ്യണം. ഇത് വയറ് ശരിയില്ല. ഇവിടെ ഇരിക്കുന്ന 80% ആൾക്കാരുടെ പ്രശ്നം അതാ. അപ്പോൾ അവർ ചിലരുടെ പറയാൻ എനിക്ക് കുഴപ്പമില്ലെന്ന് പറയും. അപ്പോൾ നമ്മൾ ഓരോന്ന് ചോദിക്കും, താരനുണ്ടോ? ഉണ്ട്. അപ്പോൾ കുടലിലെ ഫംഗസ് ഉണ്ട്, നാക്കിലെ കോട്ടിങ് ഉണ്ട്, സംസാരിക്കുന്ന സ്മെല്ല് വരുന്നുണ്ട്, താരനുണ്ട്, സ്കിന്നിൻ്റെ പ്രശ്നമുണ്ട്. ശരിക്കും പറഞ്ഞാൽ വയറിന് ഒരു കുഴപ്പവും കാണിച്ചിട്ടില്ല. ഇത് ഇത്രയുണ്ടോ? കുടലിലാണ് പ്രശ്നം. അപ്പം ഇത് നോക്കിയിട്ട് എന്ത് കാര്യം? അതുകൊണ്ട് ഈ താരന് ചികിത്സിച്ച് ഒരിക്കലും താരം മാറാത്തത്. നിങ്ങൾ എണ്ണ തോണ്ടിരിക്കും. മെയിൻ സ്ഥലം അവിടെ പ്രശ്നം കിടക്കും. പുതിയതായിട്ട് ഫംഗസ് ഗ്രോത്ത് ഇങ്ങനെ ഉണ്ടായി സ്കിന്നിന് ഡാമേജ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എപ്പോഴും അറിയേണ്ട ഒരു കാര്യം, ഇപ്പം ഇപ്പോൾ എൻ്റെ PhD സബ്ജക്റ്റ് കുടലിലെ ബാക്ടീരിയകളും തൈറോയിഡുമായിട്ടുള്ളൊരു കണക്ഷനാണ്. അതുകൊണ്ട് ഞാൻ കുടലിലെ കണ്ടീഷനും തൈറോയിഡുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ ഫുള്ള് ഡീപ്പായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്കൊരു ഒരാൾ പറഞ്ഞ് കേൾക്കുമ്പോഴേ ഈസി ആയിട്ട് മനസ്സിലാവും. ചില ആൾക്കാർ വരുമ്പം നമുക്ക് മുഖത്ത് നോക്കുമ്പോഴേ മനസ്സിലാവും അവരുടേത് കുടലിൻ്റെ ആണോ തൈറോയിഡിൻ്റെ ആണോ ലിവറിൻ്റെ ആണോ പ്രശ്നം എന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ചില ആൾക്കാർ എന്ത് കഴിച്ചാലും വണ്ണം വെക്കത്തില്ല. അവർക്ക് വണ്ണം വെക്കണമെന്ന് ആഗ്രഹമോ, വെക്കത്തില്ല. തൈറോയിഡോ കുടലോ എന്തോ രണ്ടിലൊന്നും ശരിയില്ല. അവയവമുണ്ട്, അതിനെ പറ്റുന്ന പണിയും ചെയ്യുന്നുണ്ട്, പക്ഷെ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. ചില ആൾക്കാർ നന്നായിട്ട് ഭക്ഷണം കഴിച്ചാലും HB ലെവൽ ഇല്ല, അനീമിയ, അവരെപ്പോഴും വളരെയായിരിക്കുന്നത്. അവരുടെ B12 ഒക്കെ ചെക്ക് ചെയ്താൽ B12 ചെക്ക് ചെയ്ത ലോവർ ബോർഡറിലാണ്. ഇപ്പോൾ 200 തൊട്ട് 900 വരെയുള്ള റേഞ്ചാണ് കിടക്കുന്നതെങ്കിൽ മിനിമം ഒരു 500 മുകളിലെങ്കിലും മെയിൻറ്റെയിൻ ആകണം. അന്നെങ്കിൽ ശരീരത്തിന് ഊർജ്ജമുള്ളൂ. B12 ഇല്ലേ, എപ്പോഴും നോക്കിയാലും ക്ഷീണമായിരിക്കും, വേദനകളും ക്ഷീണവും പ്രശ്നങ്ങളായിരിക്കും. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ പറയുന്നത് കേൾക്കുമ്പോഴേ നമുക്ക് ധാരണ കിട്ടും ഇവരുടെ ഏത് അവയവത്തിനാണ് പ്രശ്നം എന്നുള്ളത്. അല്ലാതെ ക്ഷീണം വന്നു എന്ന് പറഞ്ഞുകൊണ്ട് HB കുറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് HB കൂടാതെ മരുന്ന് എടുത്തിട്ട് എന്ത് കാര്യം? എന്തിനാ കുറഞ്ഞ്?
വയറ് ശരിയില്ല, അബ്സോർപ്ഷൻ നടക്കുന്നില്ല, അതുകൊണ്ട് HB ലെവൽ കുറയുന്നു, അതൊരു കാരണമാണ്. ഇനി ബ്ലീഡിങ് പ്രശ്നം കൊണ്ട് HB ലെവൽ കുറയുന്നു, അതൊരു കാരണമാണ്. കിഡ്നി ഫംഗ്ഷൻ പ്രോപ്പർ അല്ലെങ്കിൽ HB ലെവൽ കുറയും. ഏതെങ്കിലും മരുന്നെടുക്കുന്നതിന് ഭാഗമായിട്ട് HB ലെവൽ കുറയും. സ്വന്തമായിട്ട് ബോണിൽ പ്രൊഡക്ഷൻ നടക്കുന്നില്ല, ബോൺ മാരയിൽ പ്രൊഡക്ഷൻ നടക്കുന്നില്ല, അതിൻ്റെ പേരിലും കുറയും. അല്ലെങ്കിൽ ഈ പറയുന്ന ഹെവി മെറ്റൽ പോയിസൺ എന്ന് പറയും, ചില ടൈപ്പിൻ്റെ പോയിസണിങ് നമ്മുടെ ബോഡിയിൽ കയറിയാൽ HB ലെവൽ കുറയും. എന്തൊക്കെ കാരണം കൊണ്ടാണ് ഇത് കുറയുന്നത്? പെട്ടെന്ന് എളുപ്പപ്പണി എന്താ? അയൺ ഗുളിക എടുക്കും. അതായിരുന്നെങ്കിൽ ഇപ്പോൾ എല്ലാവരുടെയും ലെവലാകണ്ടേ. കഴിഞ്ഞ തവണ ഒരാൾ വന്നു, ഭയങ്കര ക്ഷീണം, ശരീരം മൊത്തം വേദനയും ക്ഷീണവും മുടി കൊഴിച്ചില്ല, ഇത്രയേ ഉള്ളു കാര്യം, വേറെ ഒന്നുമില്ല. അപ്പോൾ അവരോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ എന്താ അവർ പറഞ്ഞു, വേറെ എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ആകെ HB മാത്രമേ കുറയുന്നത്, 8, 9 ഇതൊക്കെയാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കി വന്നപ്പോൾ നമ്മളൊരു കാര്യം പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, ആദ്യം പോയിട്ട് ഒരു 2 കുപ്പി ബ്ലഡ് കയറ്റി. അപ്പോൾ അവർ പറയുന്നത് അതൊക്കെ തീരെ ഡൗൺ ആയി കയറ്റേണ്ട ആവശ്യമില്ല, അതല്ല, നമുക്കിത് ശരിയാക്കി എടുക്കാൻ കുറച്ച് സമയം എടുക്കും, പക്ഷെ ഇത്രയും സമയം വരെ അവരത് വെറുതെ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. അവർ 2-3 കുപ്പി എങ്ങാണ്ട് ബ്ലഡ് കയറ്റേണ്ടി വന്നു. അവർക്ക് ബ്ലഡ് കയറ്റിയിട്ട് 2 ആഴ്ച കഴിഞ്ഞ് ഇവിടെ വന്നപ്പം നേരത്തെ അളവിൽ നിന്ന് ഒരു 60% ബെറ്ററാണ്. അവർക്ക് വേദനയില്ല, ക്ഷീണമില്ല, മുടി കൊഴിച്ചിലും കുറഞ്ഞു, ആങ്സൈറ്റി ലെവൽ കുറഞ്ഞു. ഇല്ലെങ്കിൽ എപ്പോഴും മരിക്കണം ഒറ്റ തോന്നലേ ഉള്ളൂ. എന്നുവെച്ചാൽ എന്നെ കൊണ്ട് ഇനി തല പൊങ്ങി നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എന്നെ കൊണ്ട് വീട്ടുകാർക്ക് ബുദ്ധിമുട്ട്, നാട്ടുകാർക്ക് ബുദ്ധിമുട്ട്, മക്കൾക്ക് ബുദ്ധിമുട്ട്, ഇതൊക്കെ ഓർത്ത് ഇരുന്ന് നമ്മുടെ ചിന്ത വരെ മാറിപ്പോകും. HB ലെവൽ കുറയുമ്പോൾ നിങ്ങൾ നോക്കിക്കോ, വേണമെങ്കിൽ 9ന്റെ താഴോട്ട് നിങ്ങളുടെ HB ലെവൽ വരട്ടെ. HB കുറയണമെന്നില്ല, ചിലരുടെ 12 ഒക്കെ ആയിരിക്കും HB. ഈ ഫെറിറ്റിൻ അയൺ ഒക്കെ കുറയും, അത് നമ്മളാരും ചെക്ക് ചെയ്യത്തില്ല പൊതുവെ. ഇത് കുറഞ്ഞാൽ വരെ നമുക്ക് ആകെ ഒറ്റ വിചാരം കാണത്തുള്ളൂ, സൂയിസൈഡൽ ടെൻഡൻസി. ഇനി എന്തിന് ജീവിക്കണം, ഞാൻ ഇനിയും ഒരു ഭാരമായി മാറുകയാണ്, ഞാൻ എല്ലാവരെയും ബുദ്ധിമുട്ടിക്കുകയാണ് എന്നിങ്ങനെ തോന്നൽ കയറുകയാണ്. അപ്പം നമ്മൾ പറയുന്ന കാര്യം എന്താ വെച്ചാൽ, ശരീരത്തിലെ ചെറിയ കെമിക്കൽ വേരിയേഷൻ വരെ സ്വഭാവത്തെ തീരുമാനിക്കുന്നതാണ്. ശരീരത്തിൽ വേദന ഇല്ലാത്ത ഒരാളെ ചുമ്മാ അരിശപ്പെടത്തില്ല. വയറ്റിലെ പ്രശ്നമുള്ള ആൾക്കാർ എപ്പോഴും അരിശപ്പെടും, ശ്രദ്ധിച്ചാൽ മതി. ഒന്നാ ഇവർക്ക് തൈറോയ്ഡ് പ്രശ്നം. ഇപ്പം ചിലർ വന്ന് പറയുകയാണ്, ഡോക്ടറെ ഞാൻ 3 കൊല്ലമായിട്ട് കാണുകയാണ്, എനിക്ക് ഇതുവരെ കാണാൻ പറ്റില്ല, അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് ബഹളം വെക്കുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാർ ഇത് മര്യാദയ്ക്ക് പറയുന്നവരുണ്ട്, ചില ആൾക്കാർ ഫോൺ വിളിച്ച് തെറി വിളിക്കുന്നവരുണ്ട്. ഇവിടെ വിളിച്ച് പ്രശ്നമൊന്നുമല്ല, ഇവർക്ക് തൈറോയ്ഡാണ് ഇവരുടെ മെയിൻ പ്രശ്നം. എന്ന് വെച്ചാൽ ഒരു വിഷയത്തെ എങ്ങനെ വേണമെങ്കിലും ഹാൻഡിൽ ചെയ്യാം. അതിനെ നമ്മൾ നോർമലായിട്ട് സംസാരിച്ച് പോകാം, പ്രശ്നമുണ്ടാക്കി പോകാം, കുറേ വഴക്കും ബഹളവും തെറിയും വിളിച്ച് ആശ്വാസം കണ്ടെത്തുന്ന രീതിയിലും പോകാം, എങ്ങനെ വേണമെങ്കിലും പോകാം. പക്ഷേ ഇവരുടെ സ്വന്തം സ്വഭാവം നഷ്ടപ്പെടും, ഇവരുടെ ബിഹേവിയർ നഷ്ടപ്പെടുകയാണ്, ഇവരുടെ കൺട്രോൾ പോവുകയാണ്. ആർക്കും ഇഷ്ടമുണ്ടായിട്ടല്ല ടെൻഷൻ അടിക്കുന്നത്, ആരും ഇഷ്ടമുണ്ടായിട്ടല്ല അരിശപ്പെടുന്നത്. അവർക്കറിയാം ഈ അരിശപ്പെടുന്നത് കൊണ്ട് റിലേഷൻഷിപ്പ് സ്പോയിൽ ആവുന്നുണ്ട്, പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത് നന്നായിട്ട് അറിയാം. പക്ഷെ അത് അറിഞ്ഞ നെക്സ്റ്റ് മിനിറ്റിൽ അരിശപ്പെടും. അതിൻ്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത് ശരീരത്തിലെ ഉള്ളിലുള്ള കുറേ കാര്യങ്ങളാണ് നമ്മുടെ സ്വഭാവം തീരുമാനിക്കുന്നത്. അതുകൊണ്ട് അവരെ വഴക്ക് പറഞ്ഞിട്ട് എന്ത് കാര്യം, ഒരു കാര്യമില്ല. അപ്പം അത് നമ്മൾ അതുകൊണ്ടാണ് പറയുന്നത്, ഇതിപ്പോൾ നമ്മൾ ഇത്രയും ആൾക്കാരെ കണ്ടുവരുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്നു, ചില കണ്ടീഷൻ ഒരിക്കലും ശരിയാവില്ല കേട്ടോ. അതാദ്യം മനസ്സിലാക്കണം. എന്ന് വെച്ചാൽ അത് ശരിയാകത്തില്ല എന്നുള്ള കാര്യം മനസ്സിൽ കയറ്റെങ്കിൽ തന്നെ പകുതി പ്രശ്നം തീർന്നു. അത് ഏതൊക്കെയാന്ന് പറഞ്ഞാൽ, നടുവേദന ഡിസ്കിൻ്റെ പ്രശ്നങ്ങൾ ഭൂരിഭാഗം ആൾക്കാരിലും കാണും. പക്ഷെ ഡിസ്കിൻ്റെ പ്രശ്നം ഭൂരിഭാഗം ആൾക്കാരിലും കാണും, നടുവേദന എല്ലാവർക്കും കാണണമെന്നില്ല. ഇപ്പം 100 പേരെ MRI എടുത്തു കഴിഞ്ഞാൽ 95 പേർക്കും ഡിസ്കിൻ്റെ പ്രശ്നമായിരിക്കും. പക്ഷെ 5 പേർക്ക്, അതായത് 95 പേരിൽ ആ 5 പേർക്ക് മാത്രമേ വേദന കാണത്തുള്ളൂ. പക്ഷെ അല്ലാത്തവർക്ക് ഒരു പ്രശ്നം എന്താണെന്നറിയോ, യൂറിൻ പിടിച്ചാൽ നിൽക്കത്തില്ല. അതേപോലെ തന്നെ മൂത്രം ഒഴിക്കുമ്പോഴുള്ള പുകച്ചിൽ ചിലർക്ക് കാണാം, അല്ലെങ്കിൽ വൃഷണഭാഗത്ത് വേദന കാണാം, കുറേ നേരം ഇരിക്കാനായിട്ട് ബുദ്ധിമുട്ട് കാണാം, അതേപോലെ നടുവിന് താഴോട്ടുള്ള കടച്ചിൽ കാണാം. ഇതൊന്നും അവിടെ എന്ത് ചെക്ക് ചെയ്താലും കിട്ടത്തില്ല, അവിടെ എന്ത് ടെസ്റ്റ് വേണമെങ്കിലും ചെയ്തോ ഒരു കാര്യം കിട്ടത്തില്ല. അതായത് സെക്ഷൽ ഇൻ്റർകോഴ്സിന് ശേഷം സ്പേം പാസ്സായതിനു ശേഷം പെയിൻ കാണും. ഇതൊക്കെ ഭൂരിഭാഗവും ഈ നെർവ് കംപ്രഷനാണ്, നട്ടലിൻ്റെ ഈ കംപ്രഷനാണ്. അങ്ങനെയുള്ളവർ ആദ്യം മനസ്സിലാക്കണം, ആ പ്രശ്നം ക്ലിയർ ആവില്ല. പക്ഷേ ആ പ്രശ്നത്തിൻ്റെ സിവിയാരിറ്റി കുറച്ച് കൊണ്ടുവരാൻ പറ്റും. എന്ന് അവർ ഓവർ സ്ട്രെയിൻ എടുക്കുന്നോ അന്ന് വീണ്ടും തുടങ്ങും. എന്ന് വെച്ചാൽ വലിയൊരു വെയിറ്റ് എടുത്ത് പൊക്കിയോ പിന്നെ മടി തുടങ്ങും.
വെയിറ്റ് വെച്ച് പൊക്കുമ്പോൾ ചിലപ്പോൾ നടുവേദന എടുക്കണം നിർബന്ധമില്ല, പക്ഷെ മൂത്രത്തിൽ പുകച്ചിൽ കൂടാം, അല്ലെങ്കിൽ അധികം നേരം ഇരിക്കാൻ പറ്റത്തില്ല. ഈ കാര്യം അതാ പറയുന്നത്, ഇതൊക്കെ ഡയറക്റ്റ് കണക്ഷൻ വേണമെന്നില്ല, ഇൻഡയറക്റ്റ് ആയിട്ട് ഈ പറഞ്ഞ പ്രശ്നങ്ങളുണ്ടാവും. പല ആൾക്കാരുടെ കാര്യങ്ങളിൽ പിന്നെ മാറാത്തൊരു പ്രശ്നം എന്ന് പറയുന്നത് യൂറിക് ആസിഡ്. യൂറിക് ആസിഡ് മാറണം, 100% മാറും, പക്ഷേ യൂറിക് ആസിഡ് മരുന്നെടുത്താൽ മാറില്ല. യൂറിക് ആസിഡ് മരുന്നെടുത്താൽ കുറയും, പിന്നെയും വരും. എങ്ങനെ മാറുന്നത്? വെയിറ്റ് കുറയണം, ഫാറ്റ് ലിവർ ക്ലിയർ ആകണം, ഡൈജഷൻ ക്ലിയർ ആകണം, നന്നായിട്ട് വെള്ളം കുടിച്ച് കിഡ്നി ഫംഗ്ഷനൊക്കെ ഓക്കെ ആക്കി എടുക്കണം. കിഡ്നിയും ലിവറും കുടലും നന്നായിട്ട് ഫങ്ഷനിങ് ആയാൽ ആയുഷ്കാലം മുഴുവനും യൂറിക് ആസിഡ് വരത്തില്ല. പക്ഷെ ഇതൊന്നും നോക്കാതെ യൂറിക് ആസിഡ് മരുന്ന് എടുത്തിട്ടാണ് കുറയ്ക്കുന്നതെങ്കിൽ എടുക്കുമ്പോൾ കുറയും. ആയുഷ്കാലം മുഴുവനും യൂറിക് ആസിഡ് മരുന്നെടുത്തുകൊണ്ടിരിക്കണം. എല്ലാവരുടെ അവസ്ഥ ഇതാണ്. അതാ പറഞ്ഞാൽ മാറില്ല എന്ന് ഓപ്പണായിട്ട് പറയാൻ കാരണം ആ ട്രാക്കിൽ ട്രീറ്റ് ചെയ്താൽ മാറില്ല. പിന്നെ ഒരു വേറെയാണ് കിഡ്നി സ്റ്റോൺ. കിഡ്നി സ്റ്റോണിന്റെ പ്രത്യേകത എന്താണെന്നറിയാം? ഒരു തവണ കിഡ്നി സ്റ്റോൺ വരട്ടെ, ആയുഷ്കാലം മുഴുവൻ കിഡ്നി സ്റ്റോൺ വരും. അതായത് കിഡ്നി സ്റ്റോൺ മാറാനായിട്ട് മരുന്ന്, കിഡ്നി സ്റ്റോണിന് വേണ്ടിയിട്ട് ഒറ്റമൂലി, കിഡ്നി സ്റ്റോണിന് വേണ്ടിയിട്ട് വെള്ളം കുടി, കിഡ്നി സ്റ്റോണിന് വേണ്ടിയിട്ട് ഈ ലേസർ ട്രീറ്റ്മെൻറ്റ്, എല്ലാം സ്റ്റോണിന് ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുതിയത് വരുമ്പോൾ പുതിയത് ചികിത്സ. കഴിഞ്ഞ തവണ ഇങ്ങനെ ചെയ്തപ്പോൾ മാറി, അപ്പോൾ ഈ തവണ അങ്ങനെ ചെയ്യുന്നു. ഈ ഒറ്റമൂലിയൊക്കെ ഇങ്ങനെ ചുമ്മാ കാണുന്ന ഒറ്റമൂലി കഴിച്ചുകൊണ്ടിരിക്കണം, വല്ല കിഡ്നി ലിവർ അടിച്ചു പോകും. അപ്പം നമ്മൾ അറിയേണ്ടത്, ഒരു തവണ കിഡ്നി സ്റ്റോൺ വന്നു, നമ്മൾ ട്രീറ്റ് ചെയ്തു, ഓക്കെ, അടുത്ത തവണ വരാതിരിക്കാനുള്ള വഴിയല്ലേ നോക്കണ്ടേ? ഇത് അടുത്ത തവണ കിഡ്നി സ്റ്റോൺ വരുമ്പോൾ വീണ്ടും ഒറ്റമൂലി വേണോ, ലേസർ വേണോ, അല്ലെങ്കിൽ ഡ്രിപ്പ് ഇടണോ, ഇതിൻ്റെ പുറകെ പോകുന്നേ. അതുകൊണ്ട് അത് മാറില്ല. പിന്നെ ഒരു പ്രശ്നമുണ്ട്, വയറ്റിൻ്റെ പ്രശ്നം. ഇതും മാറില്ല. ഇത് മാറില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, കറക്റ്റായിട്ട് ചെയ്താൽ ഇതിന് ഒരു പ്രശ്നമില്ലാതെ പോകാം. അതിൻ്റെ അർത്ഥം അത് മാറിയെന്നല്ല. എന്ന് പറ്റത്തില്ലാത്ത കാര്യം ചെയ്യുന്നോ അന്ന് പ്രശ്നം തുടങ്ങും. ശരീരം എന്തെങ്കിലുമൊക്കെ പറയണ്ടെന്ന്, എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് വാതർന്ന് പറയാൻ പറ്റില്ലല്ലോ ശരീരത്തിന്. നമ്മൾ വിചാരിക്കുന്നല്ലേ നമുക്ക് വായിലൂടെ പറയാൻ പറ്റത്തുള്ളൂ. ശരീരം പറയുന്ന ഇങ്ങനെ കുറച്ച് കാര്യങ്ങളിലൂടെയാണ്. അതുകൊണ്ട് വയറ്റിലെ പ്രശ്നം ചിലർ പറയാറില്ല, എനിക്ക് എരിവ് കഴിച്ചാൽ പ്രശ്നമാണ്, പുളിച്ചതെടുത്താൽ പ്രശ്നമാണ്, അല്ലെങ്കിൽ മുട്ട കഴിച്ചാൽ പ്രശ്നമാണ് എന്നൊക്കെ, ഇതൊക്കെ ആൾക്കാർ പറയില്ലേ? എന്ന് വെച്ചാൽ ആ ശരീരത്തിന് റിപ്പയറിങ് പരിപാടി ഒന്നും നടന്നിട്ടില്ല. പ്രശ്നം ഉണ്ടാക്കുന്ന സാധനങ്ങളെ മാറ്റി വെച്ച് പോവാണ്. പിന്നെ ഓരോ കൊല്ലം മുമ്പ് ലിസ്റ്റ് കൂടും. നേരത്തെ ഒക്കെ ഇറച്ചി കഴിക്കുമ്പോൾ കുഴപ്പമില്ലായിരുന്നു, ഇപ്പം ഇറച്ചി കഴിച്ചാൽ പ്രശ്നമാണ്. നേരത്തെ ഉരുളക്കിഴങ്ങ് കഴിച്ചാൽ കുഴപ്പമില്ല, ഇപ്പോൾ ഉരുളക്കിഴങ്ങ് കഴിച്ചാൽ പ്രശ്നമാണ്. നേരത്തെ ചെറുപയർ കഴിച്ചാൽ കുഴപ്പമില്ല, ഇപ്പോൾ ചെറുപയർ കഴിച്ചാൽ പ്രശ്നമാണ്. നേരത്തെ വെള്ളം കഴിച്ചാൽ ഒരു കുഴപ്പമില്ലായിരുന്നു, ഇപ്പോൾ വെള്ളം കുടിച്ചാൽ ഗ്യാസാണ്. എന്നുവെച്ചാൽ ലിസ്റ്റ് കൂടും. അപ്പോൾ എത്ര മാറ്റി വെക്കും? ഇറച്ചി മാറ്റി, പയറുപരിപ്പ് വർഗ്ഗങ്ങൾ മാറ്റി, കിഴങ്ങ് വർഗ്ഗങ്ങൾ മാറ്റി, പുളിയുള്ളത് മാറ്റി, എരിവുള്ളത് മാറ്റി, ഇങ്ങനെ മാറ്റി വെക്കുന്നത് നമുക്കൊരു ആശ്വാസത്തിനാണ്. അതുകൊണ്ട് പ്രശ്നം മാറുന്നില്ലല്ലോ.